ಅಣ್ಣ ಭೈರವ ಅವರ ಸುಣ್ಣ ಬಿಡ್ಬೇಕಾ? ಹೋಗ್ಲಿ ಬಿಡಿ, ಎಷ್ಟು ದೂರ ಹೋಗ್ತಾರೆ ಅಂದ ನೋಡೋಣ. ബെന്നി, ചിലപ്പോ ഇതൊക്കെ ഒരു സ്വപ്നമാണെങ്കിലോ? അളിയ ബെന്നി, നല്ല കിണ്ണ സ്പോട്ട് അളിയാ. ഇങ്ങ കർണാടകയിലാണ്, ബോർഡറിനടുത്ത്. ഇവിടൊക്കെ സ്വർഗാണ് മോനെ. നീ മൂഞ്ചിയ പണിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് പാളിയാ. വേണ്ട, ഇവ ഒരു സാധനം ഉണ്ട്, നോക്കിയേ നീ. വിഷയാണ് മോനെ, ഫുൾ ഓൺ ട്രിപ്പ് മൈൻഡ്, ഒരേ മൂഡ് അളിയാ. ജിങ്ക ജഗ ജഗ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? എടാ, നിനക്ക് ഫോണൊന്നും എടുത്ത് നോക്കിക്കൂടെ? ഏടാ, അതാ നിരജന്നാറിയുടെ. എത്ര നേരമായി കിടന്നടിക്കുന്നു? വല്ല ഇമ്പോർട്ടൻ്റ് കോളും ആണെങ്കിലോ? 3-4 തവണയായില്ലേ? ഡേയ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. നിനക്കൊക്കെ ഡെഡ്ലൈൻ എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഒരുത്തന് മെനക്കെടാനും വയ്യ. ഇവിടെ രാവിലെ എണ്ണിട്ട് ചെയ്യണേം പോരാഞ്ഞിട്ട്. ഓ, ദേണ്ട അടക്കണ ഒരു നായൻ്റെ പണി എണിക്കണ പട്ടി. എൻ്റെ പാവാട പാവാട. എടാ എടാ മോനെ, നമ്മളെ കൊണ്ട് പറ്റാനായിട്ടാണോ? നമ്മൾ എത്ര വട്ടം ചെയ്ത് കൊടുത്ത്, എന്നിട്ട് അവന്മാർക്ക് എന്താ അത് പോരാ പോരാ? നമ്മുടെ തെറ്റാണോ? നീ പറ. മടുത്ത് പോണി പോട്ടെ പുല്ലി. ഓ, നീ നിന്റെ EMI ഒക്കെ അടച്ചു കഴിഞ്ഞാടാ? ക്ഷണിച്ചോണ്ടിരുന്നോ? എടാ, ഇവരെന്താ പൊട്ടാണ്? ചെവി കേൾക്കൂല. എത്രാമത്തോട്ട് അടിക്കുന്നത്? എടുത്തോണ്ട് പോട്. ഒരു ബോധമില്ലാത്തടുത്ത്. എടാ നിരഞ്ജ ഡേ, നിന്റെ ഫോണല്ലേ കടന്നടിക്കുന്നത്? എടുത്തൂടെ? ദേ പിന്നെയും കട്ടായി. എടാ, രാവിലെ മുതൽ കിടന്ന് അടിക്കാൻ തുടങ്ങിയതാണ്. അവളല്ലേ? എടാ, അവളാണെങ്കിൽ എന്താണ്? ഫോൺ എടുത്തൂടെടാ, സംസാരിച്ചൂടെ? എടാ, വല്ല ഇമ്പോർട്ടൻ്റ് കാര്യമാണെങ്കിലോ? എന്താ പറയണ്ടേ എനിക്കറിയില്ലടാ. എടാ, എന്ത് പറയാനാണ്? എടാ, കോളെടുത്ത് സംസാരിച്ചാൽ തന്നെ പകുതി പ്രശ്നം തീരും. കണ്ടാ, ദേ വിളിക്കുന്നു, സംസാരിക്കും. ഇല്ല എന്നാ മുണ്ട്. അളിയ, സോറി അളിയ. ഇങ്ങ് വാടാ. എന്തുവാടാ? ഇത് നോക്ക്, അവിനാശിന്റെ മെയില. എന്താണ്? ആ ക്ലയന്റ് താരി പ്രോജക്റ്റ് ഒറിജിനൽ അല്ലെന്ന് പറഞ്ഞത്. ഈ ബുധനാഴ്ചക്കുള്ളിൽ അവന്മാരെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തില്ലേ? കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കളഞ്ഞതിന്റെ പേരിൽ നമ്മളെ ചവിട്ടി പുറത്താക്കും. കമ്പനി അതെന്ത് വർത്താനാടേ പറയണേ? കഴിഞ്ഞ 1.5 മാസമായി നായിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ച് അതിന്റെ പുറകെ നമ്മളെ പുറത്താക്കാൻ നോക്കുന്ന ആ മാനേജർ നായിന്റെ മോനും. മടുത്തു, എനിക്ക് ശരിക്കും മടുത്തു. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഈ ജീവിതം തന്നെ. ഈ പറയാറില്ലേ കഴിഞ്ഞ 1.5 മാസമായിട്ട് രാത്രിയും പകലില്ലാണ്ട് ഇതിൻ്റെ പിന്നാലെന്ന്? അതാണ് പ്രശ്നം. എടാ, ഇത് കുറച്ച് ചിന്തിച്ച് ക്രിയേറ്റീവായി ഐഡിയാസൊക്കെ വെച്ച് ചെയ്യേണ്ട ജോബാ. നമ്മളെന്താണ് കാട്ടുന്നത്? 24 മണിക്കൂർ ലാപ്പ് ഇങ്ങനെ കുത്തി റോബോട്ടിനെ പോലെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. വിശക്കുമ്പോൾ പൊറോട്ട കഴിക്കും, ദാഹിക്കുമ്പോൾ വെള്ളം അടിക്കും. അല്ലാണ്ട് ഇവിടെ എന്ത് തേങ്ങ കാണിക്കണം? ദാനന്തു, ഈ വലിയ പാട്ടുകാരനല്ലേ? എൻ്റെ ഗിറ്റാർ ഒട്ട് എത്രയാടാ? പിന്നെ ഈ നായി ഇവൻ ജീവിക്കുന്നതേ സിഗരറ്റ് വലിക്കാൻ. നിരഞ്ജ, എൻ്റെ പെണ്ണ് കാണാൻ പോയിട്ട് എത്രയാടാ? പോവാണ്ടിരിക്കൂ. എടാ നിരഞ്ജ, എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മളിനി എത്ര പണിയെടുത്താലും നമ്മളെ കൊണ്ട് പിന്നെയും മറ്റു പണിയെടുപ്പിക്കും, പിന്നെയും കുറ്റം പറയും. എടാ, ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ഹാപ്പിനെസ് ഉള്ളതാണോ? എടാ, ഇനി 4 ദിവസം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൊക്കെ നമ്മളെ ചെയ്തു. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യും, നമുക്കൊരു ട്രിപ്പ് അങ്ങോട്ട് പോവാം. ഇവിടെ മൂഞ്ചി തെറ്റി ഇരിക്കുമ്പോഴാണ് അവന്റെ ഒരു ട്രിപ്പ്. എടാ, ഈ ടെൻഷൻ വെച്ച് എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഔട്ടാ. ഇവനും ഔട്ടാ. ഇവൻ പിന്നെ പണ്ടേ ഔട്ടാ. എടാ, ഇന്ന് വെള്ളിയാഴ്ച. ഇന്നിപ്പോ നമ്മൾ പോകുന്നു. പെട്ടെന്ന് രാത്രി എത്തുന്നു.
നല്ല ശാന്തസുന്ദരമായ സമാധാനപരമായ ഒരു സ്ഥലം. ഓ എവിടാ നിന്റെ റാസൽ കലേമയിലേക്കായിരിക്കും. നിങ്ങൾക്കാർക്കെല്ലാം അറിയൂ നല്ല ശാന്തസുന്ദരമായ സമാധാനപരമായ ഒരു സ്ഥലം? പറഞ്ഞോട്. ഒരു സ്പോട്ട് ഉണ്ട്, പക്ഷെ അവിടെ സൈറ്റ് സീയിങ്ങിന് വേണ്ടി മാത്രമായിട്ട് പോയിട്ട് കാര്യമില്ല. എടാ എൻ്റെ മറ്റേ കൊച്ചി ബഡ്ഡിയില്ലേ, അവൻ കഴിഞ്ഞ വർഷം കർണാടകയിലെ ഒരു വില്ലേജിൽ പോയിരുന്നു, കൈലാസഹള്ളി. ഇപ്പൊ പോയാ അവിടെ ഒരു സാധനം കിട്ടും, മൂരനെ കണ്ണ്. ഹെവി സൈക്കടലിക്കാ മോനെ. ಈ ಸಾಲೆ ಒಳ್ಳೆ ಗಾಡಿ ഓണ വാവ്, ആൾക്കാരെ കണ്ടല്ലേ? മൊത്തത്തിലൊരു ചുരുളി സെറ്റപ്പ് ആണല്ലോ ഇവിടെ. എന്ത് നീ മിക്കവാറും കേൾപ്പിക്കും. അണ്ണാ 4 ടീ കൂടി. ഫുൾ സെറ്റപ്പ് കന്നഡ കന്നഡ. എന്താ ಕೂತ್ಕೊಳ್ಳಿ. ഇരിക്കൂ. ഏടെ, നീ തന്നെ ടോപ്പ്. എന്തടാ നിനക്ക് പുച്ഛമാണോ? എടാ അപ്പൊ ഈ സ്റ്റേന്റെ ആര്? സ്റ്റേ അത് ഇവിടെ എവിടെയും ഹോം സ്റ്റേ കാണത്തില്ലേ? 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 ഈ പട്ടിക്കാട്ടിൽ എവിടെയാ ഹോം സ്റ്റേ? എടാ ശരിയാക്കാം, ശരിയാക്കാം. ಯಾವ ಊರು ನೀವು? ಕೇರಳವಾ? ആ അവതടാ. ಹೌದಾ? ആ ഇവിടെ എന്താ? മലയാളിയാണോ? മലയാളി അല്ല, പക്ഷേ കുറച്ച് മലയാളം അറിയൂ. നീകളെന്താ ഇവിടെ? ഞങ്ങളെ ഉമ്മ കറങ്ങാൻ വന്ന. അല്ല അണ്ണ ഇവിടെ തന്നെയാണോ? ಹೌದು. ദോ അണ്ണനാണാ തെയ്യം? തെയ്യം നിമ്മൂർല ഇല്ല, അത് ഭൂതക്കോല. ಚಾಟ್ ತೆಕ್ಕೊಳ್ಳಿ. അണ്ണ സ്റ്റേ വല്ലതും കിട്ടുമോ ഇവിടെ? ಸ್ಟೇ ಬೇಕಾ ನಿಮ್ಗೂ? ಓ ಅಣ್ಣ, ನಿಮ್ಮ ಅಲೆ ಮನೆ ಈಗ ಖಾಲಿ ಆಯ್ತ್ಯಾ? ಹೌದು. ಏನು? ಇವರು ಕೇರಳ ಹುಡುಗರು, 2 ದಿನ ಸ್ಟೇ ಬೇಕು. ಮನೆ ಇದೆ, ತೆಕ್ಕೊಳ್ಳಿ. പക്ഷേ ತೊಂದರೆ ಒನ್ನು ಮಾಡಬೇಡ. ഇല്ലണ്ണ യാതൊന്നും ಮಾಡಲಿ. ಆಯ್ದ್ರೆ ತೋರಿಸು. അണ്ണ ಏನು? ഈ മൂരന് കണ്ണ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ಹತ್ತಿನ ಕಲ್ಲು. അല്ലണ്ണ, ഇപ്പോ സീസൺ ആണെന്നുള്ള കേട്ട്. ಹೌದು, ಆದರೆ ಆಫ್ಟರ್ 10 ಡೇಸು. ಬನ್ನಿ, ಮನೆಗೆ ಹಂಚ್ತಾರೆ. കിട്ടൂലേ? ഇയാളോടെ പോകും. ಅಣ್ಣ, ഇവിടെ പോണു. വാ. എടാ എടാ നീ എന്താണ് അയാളോട് പറയാൻ പോകുന്നത്? അണ്ണോയ്, ಹಾ, ಮನೆ ಆ ಕಡೆ ಇದೆ. അല്ലണ്ണ, ഞങ്ങളിവിടെ ഒരു വന്നതേ സാധനം കേട്ടാ. അണ്ണ എങ്ങനെയും അത് ഒപ്പിച്ചാ. ഇല്ലപ്പ, ചാൻസേ ഇല്ല. ഹഡിന കളിഞ്ഞു കിട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യും, 10 ദിവസം ഇല്ലേ സ്റ്റേ മാടി. അല്ലണ നമുക്ക് പോയിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതാണ്. ആയിട്ട് ഹഡിന കളിഞ്ഞു പണി. അതല്ലണ്ണ, ഫിനാൻഷ്യൽ അത്ര സെറ്റപ്പ് ഒന്നുമില്ല. അണ്ണൊരു സാമ്പിൾ എങ്ങനെയും ഒപ്പിച്ചായിരുന്നു. ಎಷ್ಟು ಸಾಲ ಹೇಳ್ಬೇಕು? ಈಗ ಸಿಗುತ್ತಿಲ್ಲ. ಮನೆ ಬೇಕಾದ್ರೆ ಬನ್ನಿ. കൂട്ടി കൊടുക്കാൻ മോറിക്ക് ഞാൻ പറയാം. അണ്ണാ അണ്ണാ
പൈസ എത്ര വേണേലും കൂട്ടിത്തരാം. അയ്യോ നിങ്ങൾക്ക് ഇന്ന് മര്യാദക്ക് പോണ്ട. അയ്യോ അത് ചെല്ലണം. ಮೂರನ್ನು ಕಣ್ಣಂದ್ರೆ ಏನ್ ಗೊತ್ತಾ ನಿಮ್ಗೂ? മറ്റേ പോവല്ലേ? മൂന്നാം കണ്ണാണോ? ಹೌದು, ಶಿವ ಭಗವಾನ್. തൃക്കണ്ണ്. ಹೌದು, ಕಾಲಗಳಾಯಿಂದ ಶಿವ ಭಗವಾನ್ ತಪಸ್ಸು ചെയ്യുന്ന ಸಮಯ, ಉಗ್ರ ತಪಸ್ಸು. ಆ ಸಮಯದಲ್ಲಿ ಅಲ್ಲ ಬಂದ ಕಾಮದೇವರು ಭಗವಾನ್ ತಪಸ್ಸು ತೊಂದರೆ ಮಾಡಿದನು. ಅದರಿಂದ ಕೋಪಗೊಂಡ ಭಗವಾನು ತನ್ನ ಮೂರನೇ ಕಣ್ಣಿಟ್ಟವ್ರನ್ನ ಕಾಮದೇವರ ಸುಟ್ರು ಭಸ್ಮ ಹಾಕಿ ഭഗവാന്റെ കോപത്തില് ഭൂമി മൊട്ട ഉരിയല്ലു ആരംഭിച്ചിട്ടു. ആവുക ദേവി ಬಂದು ഭഗവാനെ ಶಾಂತಗೊಳಿಸಿದಳು. ಭಗವಾನ್ ಶಾಂತನಾಯപ്പോൾ ಭೂಮಿ ತಣ್ಣಗಾಯಿತು. ಆವಾಗ ಬೀಸಿದ ಗಾಳಿಗೆ ಕಾಮದೇವರ ಭಸ್ಮ ಬಂದು ಬೀಳಿತು ആ മലಯಲ್ಲಿ. ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ പൂവ്, മൂരനെ കണ്ണു. ಆ ಮಳೆಯಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಪ್ರದೇಶ ಇದೆ. അതിൻ്റെ പക്കದಲ್ಲಿ ഈ പൂവ് കാണാൻ പറ്റും. എല്ലാ ഭാഷയിലും ഈ മാസത്തിലെ പൗർണമിക്ക് അല്ലയുണ്ട് പൂജയുണ്ടാകും. അതിന് കഴിഞ്ഞാണ് ആ പൂജ. ആ പൂജയ്ക്ക് ശേഷം നിങ്ങൾ ഈ പൂവ് കഴിച്ചാൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അത്ഭുതമാനുഭൂതി ഉണ്ടാകും. ആದ್ರೆ ആ പൂജക്ക് മുന്നേയാകാൻ നിങ്ങൾ ഇത് കളിച്ചാൽ ഭഗവാൻ കോപ ಹಾಕುം. കാമദേവര ಸುಟ್ರು ಭಸ್ಮ ಹಾಕಿಯ പോലെ ನಿಮ್ಮ മനസ്സെയും ಸುಟ್ರು ಭಸ್ಮ ಹಾಕುം. എൻ്റെ അണ്ണ, ഇതൊക്കെ ഓരോ കഥയല്ലേ? ചുമ്മാ ಯಾವ ಕದ ಯಾವ ನಿಜ ಯಾರಿಗೆ ಗೊತ್ತು? ಆದ್ರೆ എന്ത് ബല കൊടുത്തും ഈ കൈലാസഹള്ളി ജന ഈ ആചാരങ്ങളൊക്കെ പാലിക്കും. അത് നിജം. അത് അണ്ണൻ പറഞ്ഞാ ശരി. ഇവിടെ വേറെയും കാര്യങ്ങളുണ്ടല്ലോ. ശേ ಹೌದು ಬ್ರೋ, ಸಣ್ಣ ಪ್ಲೇಸು, ತುಂಬಾ ಇದೆ ಕಾಣೋಣ. ಕಾಡು, ಮಲ, ಬೆಳ್ಳಚಾಟ. ನಾನೀಗ ಒಕ್ಕ ಕಾಣಿಸಿ ತರಾം. ಓಕೆವಾ? ಈಗಲೇ ಬನ್ನಿ, ನಾನು ಒಕ್ಕ ಕಾಣಿಸಿ. ಅಂದಾವರೆ ಮುಂದಾವರೆ ಮತ್ತೆ ತಾವರೆ ಪುಷ್ಪ ಚಂದಕ್ಕೆ ಮಾಲ ಬಿಲ್ಪತ್ರೆ ಮಾದೇವನಿಂಗೆ ಚಂದಕ್ಕಿ ಮಾಲೆ ಬಿಲ್ಪತ್ರೆ ತುಳಸಿ ದಳವ ಮಾದಪ್ಪನ ಪೂಜೆಗೆ ಬಂದೋ ಮಾದೇವನಿಮ್ಮ ಕತ್ತಲು ಬಂದು ಆವರಿಸಿದಾಗ ಅತಿಯಾಸೆ ತುಂಬಿದ ಇಲಿಗಳು ಬಂದು ಬಲೆಗೆ ಬಿದ್ದವು. ಶಂಭೋ ಮಹಾದೇವ! പോരാങ്കണ്ണേ പോരാമോ എന്നോരിഷ്ടം കൂടാമോ? മൂരാണടാ, മൂരനുണ്ട്. എന്ത് മൈരാണേലും കിട്ടൂലല്ലോ. ആന്നേ ഈ പൊട്ടൻ്റെ വാഗം കേട്ട് എന്നാ പിടി. എന്നിട്ട് അവന്മാരോരോ നാടോടി കഥയും. അതെ, ആ പിടി. ഇതിനായിരുന്നു ഞാൻ ഫ്ലാറ്റിൽ ഇരുന്ന് രണ്ടെണ്ണം അടിച്ചാൽ പറയണം. ഓപ്പ് മതിയായിരുന്നു. എന്തിനാ മോനെ ലഹരി? ഈ കാടും കാടിൻ്റെ ഈ മലയും എന്ത് സുന്ദര മോനെ. ഓ തന്നെ ഇനിയിപ്പോൾ അതല്ലേ പറ്റുള്ളൂ. അയാളെ ഏതൊരു വെള്ളച്ചാട്ടം പറഞ്ഞു. നാളെ നമുക്ക് അവിടെ പോകാം. എന്നാലും എൻ്റെ ശിവനെ, ശിവനല്ല ഡാ, ഓ ഞാൻ പോവേന്ന്. എവിടെയാടാ? വെള്ളച്ചാട്ടത്തിലേക്കാ? അല്ല, മൂരനെ കണ്ണ് കഴിക്കാൻ. ചുമ്മാ ഇരിയടെ, നാട്ടുകാരെ തല്ലി മേടിക്കാനായിട്ട്. എവരെന്താ സിലി ബോയ്? എടാ, അവരെങ്ങനെ അറിയാനാ? നമ്മളിപ്പോൾ പോകുന്നു, സാധനം ട്രൈ ആക്കുന്നു, എന്നിട്ട് ട്രിപ്പ് ഇറങ്ങിയ ശേഷം
നമുക്ക് രാവിലെ തിരിച്ചു വന്നാ പോരെ? എടാ ആരും അറിയാൻ പോകുന്നില്ലടാ. പക്ഷേ റിസ്ക് അല്ലേ? പിന്നല്ലാതെ ചുമ്മാ ആയിരുന്നു നിരച്ചാണ് ഓരോരോ ഐഡിയ ആയിട്ട് വന്നു. എടാ എൻ്റെ മനസ്സ് പറയുന്നു ഇത് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള അവസാനത്തെ പരിപാടിയായിരിക്കുന്നു. ഈ ജോലിയും കൂടെ പോയാൽ പിന്നെ എനിക്കെന്തായാലും തിരിച്ച് കണ്ണൂരേക്ക് പോകേണ്ടി വരും. പിന്നെ റിഷാദിൻ്റെ കാര്യം, ഓനെ എന്തായാലും ഓൻ്റെ ഒപ്പം തിരിച്ച് ഗൾഫിലേക്ക് കൊണ്ടുപോകും. പിന്നെ നിങ്ങളുടെ രണ്ടാളുടെയും കാര്യം അതെന്താന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പുള്ളി എടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ റോബോട്ടിക് ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റം വേണ്ടേ? ആനന്ദു എന്നാലും ഇവിടെ ഒരു വന്നാലടാ, ഒന്ന് ആടാൻ പോയാലോ? ആടാ പോവാം. എന്നാ പിന്നെ എല്ലാവർക്കും പോണതാണെങ്കിൽ പിന്നെ അല്ല. വെള്ളപ്പോടാ. എടാ പോവും മിക്കവാറും ഇതിൻ്റെ അടുത്ത് തന്നെ കാണുമെന്നാ തോന്നുന്നേ. ചൂട്ട കൊണ്ട് മാറ്റി വയ്ക്കും. ആ അപ്പം അവൻ എത്തിയല്ല. എന്നെ കൂട്ടുണ്ടമാര് എന്താടാ? അച്ഛൻ ഒരു 3 ഇളയരാജനെ പടി. എടാ നിനക്ക് വല്ലതായോ? എനിക്കൊരു തേങ്ങയായില്ല. ഞാൻ കുറേ നേരം ആ നാരങ്ങ നോക്കി കിടക്കാം. നാരങ്ങ? അത് ചന്ദ്രനാടോ, ചന്ദ്രൻ. നിങ്ങൾ ചന്ദ്രനെ മാത്രമേ കാണുന്നുള്ളൂ, ആ വാൽ നക്ഷത്രങ്ങളെ കാണുന്നില്ല? ഞാൻ കാണുന്നുണ്ട്.
എന്തിനാ മോനെ പേടിക്കുന്നു? തമ്മാച്ചിയല്ലേ? എനക്ക് പേടിയാ. എണീക്കടാ, ആകെ സീനാടാ, പെട്ടെന്ന് വാ. എടാ എനിക്കൊന്ന് പറ്റിയിട്ടുണ്ട്. എടാ അതാ തലയ്ക്ക് പറ്റിയല്ലേടാ, നീ വാ. എനിക്കൊന്ന് ഉറങ്ങണം. എന്റെ പൊണ്ണ് നിരഞ്ച, നീ ആ കാർ കിടന്ന് എത്ര നേരം വേണം ഉറങ്ങിക്കോ. ഇനി ഇവിടെ നിന്നാ അവന്മാരെ നമ്മള് വേണം. എന്നെ ഒന്ന് എണീക്ക്, പറയടാ. വാ. ಸುಳ್ಳೆ ಮವನೇ ಅವನು ಯಾರಂದ ನಿಂಗು ಬೇಗನೆ ಗೊತ್ತಾಗುತ್ತೆ. ಯಾವಳಿಸಿ ಅಣ್ಣ ಭೈರವ ಅವ್ರ ಸುಣ್ಣ ಬಿಡ್ಬೇಕಾ? ಹೋಗ್ಲಿ ಬಿಡಿ, ಎಷ್ಟು ದೂರ ಹೋಗ್ತಾರೆ ಅಂದ ನೋಡೋಣ. ಇದರಿಂದ ತಪ್ಪಿಸ್ಕೊಳ್ಬೋದಂತ ಯೋಚನೆ ಕೂಡ ಮಾಡಬೇಡ. എന്താ എന്താടാ എടാ അവിനാശിന്റെ മെയില് എന്താ സംഭവം? പ്രൊജക്ട് അപ്രൂവ് ആയെന്ന്. റിവാർഡെന്നൊക്കെ. ഇതെങ്ങനെ? നിനക്കൊന്നും ബോധമില്ലെന്ന് വെച്ച് എല്ലാരും അങ്ങനെയൊന്നും അല്ല. ഞാൻ പോയി നോക്കി കുറച്ച് ചെയ്തു. മതി മതി. സീന് മോനെ. ആ ഗുണ മാത്രം പോരാ. ശിവന്റെ ഓരോരോ കളികളെ. ഞാനീ വല്ലതും അറിഞ്ഞോ? നമ്മുടെ പ്രൊജക്റ്റ് അപ്രൂവ് ആയെന്ന് മെസ്സേജ് വന്ന്. എന്താ അപ്പൊ ഇന്നലെയാ എന്തേ വരണില്ലേ? ഇവനിതെന്താ പറ്റി? നിരജ
എന്താടാ പറ്റിയേ? മിസ്റ്റർ കാംദേവ്, നിനക്ക് മൂരിനെ കണ്ട പവർ കാണോ? കാണിച്ചരാ. മാറ. നഗവല്ലി മനോഹരി. കണ്ടടേ. ദേ ഹായ്. നിരഞ്ജ, ഇവനിതെന്താ പറ്റിയേ? ബെന്നി എന്താടാ? ഞാൻ ഒന്ന് നോക്കട്ടെ. ഈ ചെറുക്കന്റെ കാര്യം. ഡാ നിരഞ്ജ കഥ ഓർക്കടാ. ഡാ നിരഞ്ജ, ഡാ നിരഞ്ജ കഥ ഓർക്ക്. ഡാ കാമദേവര സുട്ടുഭസ്മാക്കിയ പോലെ ನಿಮ್ಮ മനസ്സെയും സുട്ടുഭസ്മാക്കും. അവന് ಯಾರಂತ ನಿನಗೂ ಬೇಗನೆ ಗೊತ್ತಾಗುತ್ತೆ. നിരഞ്ജ, ഡാ. ഞാൻ നോക്കാം. എന്താടാ? എടാ ഞാൻ വിളിച്ചിട്ടാണ് അവള് വന്നത്. ബെന്നി എനക്കൊന്നും പറ്റിയിട്ടുണ്ട്. എടാ എന്തു പറ്റി? എന്തു പറ്റിടാ? നീ ഇരുന്നേ. ഇരിക്കേ. ഇരിക്കേ. എന്താടാ? എന്താ പ്രശ്നം? എടാ അത് കഴിച്ച പിന്നെ ആ എല്ലാം തലകീഴായിട്ട് നടക്കുന്നത്. എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, നിന്റെ കിളി ഇതുവരെ തിരിച്ചു വന്നില്ല അല്ലേ? നീ വീണപ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ കിളി തിരിച്ചു വന്നു. ഡേ, അവള് നല്ലൊരു കൊച്ചാണ്. നിന്നെ കാണാനാ വന്നത്. എടാ അത് എണീറ്റേ. നീക്കി എടാ, എണീക്കടാ. അത് തന്നെയാടാ ഞാനീ പറയുന്നത്. ആദ്യം പോയ ജോലി തിരിച്ചു വരുന്നു, പിന്നെ ദേ ഇപ്പൊ ഇവള്. എടാ ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന്? ബെന്നി, ചിലപ്പോ ഇതൊക്കെ ഒരു സ്വപ്നമാണെങ്കിലോ? ആ, ഇതൊക്കെ ഒരു സ്വപ്നമാണെങ്കിലോ? നിന്റെ സ്വപ്നത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇവിടെ പഞ്ചാബി ഹൗസ് കളിക്കല്ലേ? നീ വന്നേ വാ, വാടാ. നിന്നെ അങ്ങനെയാണെങ്കിൽ നീ എന്താ ഇപ്പൊ സിഗരറ്റ് വലിക്കാത്തെ? ഓ, ഞാൻ വലിക്കാത്തതാണോ നിന്റെ പ്രശ്നം? ഒരുമാതിരി കൊണച്ച പുസ്തകം വായിച്ച് 2 എണ്ണം അടിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നവും തീരും. വാ വാ. അവള് കുറച്ച് ബാഡായിട്ടുണ്ട്. നീ ഒന്ന് സെറ്റ് അപ്പോഴത്തേക്ക് ഞാനും വരാം. ഞാൻ ഡ്രസ്സൊന്ന് മാറട്ടെ. നിനക്ക് അറിഞ്ഞോടോ എൻ്റെ കാര്യം. ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ്. എല്ലാം ശരിയാവും. നീ സീനാക്കണ്ട. പോട്ടെ. പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ല. ചെന്ന് ചില്ലാക്കി വിടും. ദേ ഓര് വരുന്നുണ്ട്. ഈ ഓനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടാ. കുൾസി ഓക്കെ ഒക്കെ പറഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഞാൻ ചെന്നാ മതി കേട്ടാ. വേണ്ടേ? ഇത് പിടിച്ചേ. ചെല്ലി. ഓക്കെ, ചെല്ലടാ. നിരഞ്ജ, നീ എന്താ എന്റെ ഭാഗത്തും ചിന്തിക്കാത്തേ? വേദനയുണ്ടോ? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് സെറ്റായിരുന്നു. അങ്ങനെ അതും സെറ്റായല്ലേ? യെസ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് യു. എന്നാ വാ നമുക്ക് അങ്ങോട്ട് വാ. ആയിക്കോട്ടെ. ആനന്ദ്, ഒരു പാട്ട് പാടറാ. പാട്ടോ? എൻ വാനിലേ ಮೂರನೇ ಕಣ್ಣಂದ್ರ ಏನ್ ಗೊತ್ತಾ ನಿಮ್ಗೂ?
ഞാനൊരു ട്രിപ്പ് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എവിടെ? ഏ ഏ, നിരഞ്ജ ഞാൻ നിരജ നിരജ